മഹത്വം. ഹോപ്പ് ആൻഡ് പ്രോമിസിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ക്രിസ്തുയേശുവിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കാൽപ്പാടുകൾ അതിൻ്റെ 97-ാം എപ്പിസോഡ് പിന്നിടുകയാണ്. കാൽപ്പാടുകളിലൂടെ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുന്ന അനുഭവ സാക്ഷ്യങ്ങൾ ഏവർക്കും അനുഗ്രഹപ്രദമായി തീരുന്നു എന്നറിയുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. ഇന്നത്തെ ഈ എപ്പിസോഡിലും നമ്മോട് അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുന്നത് കൊലക്കൊമ്പന്മാരെ പരിശീലിപ്പിച്ച് നടത്തിയിരുന്ന ഒരു വ്യക്തി ജീവിതമാണ്. തൻ്റെ ജീവിതത്തിൽ യേശുവിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഇന്ന് മനുഷ്യരെ യേശുവിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തി ജീവിതമായി തീരുവാൻ കർത്താവ് ഇടയാക്കിയ അനുഭവങ്ങളെക്കുറിച്ച് നമ്മളോട് ഷെയർ ചെയ്തു. അദ്ദേഹം ഇന്ന് അറിയപ്പെടുന്നത് ആനക്കാരൻ ഉപദേശി എന്ന അപരനാമത്തിലാണ്. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് അദ്ദേഹം തൻ്റെ ജീവിതാനുഭവങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുന്നു. അത് നമുക്ക് ഏവർക്കും അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ സഹോദരൻ ജോയി മാവേലിക്കര. ഈ കാൽപ്പാടുകളിലേക്ക് കടന്നു വരുവാൻ ദൈവം ഇങ്ങനൊരു സാവകാശം നൽകി. ദൈവത്തിന്റെ നാമം മാത്രം മഹത്വപ്പെടട്ടെ. ദൈവ സന്നദ്ധിയിൽ എന്നെ അറിയപ്പെടുന്നത് ആനക്കാരൻ ഉപദേശി എന്നാണ് അറിയപ്പെടുന്നത്. ഞാന് ഒരു 12 വയസ്സ് കഴിഞ്ഞതിന് ശേഷമായിട്ട് ആനക്കാരുടെ കൂട്ടത്തിലേക്ക് കടന്നുപോയി ആനപ്പണിയായിട്ട് മുൻപോട്ട് നീങ്ങി കൊമ്പനാനയും കൊണ്ട് നടന്ന് ആനയെ പണിയിപ്പിക്കുന്ന ഒരു ആനക്കാരനായി, ഒരു പാപ്പാനായി മുൻപോട്ട് നീങ്ങി. ആനക്കാരുടെ പേര് ആനക്കാരൻ പൊടിയമ്പുള്ള എന്നാണ്. അതുകൊണ്ട് എന്നെ അങ്ങനെയുള്ള പേരിലൊക്കെ അറിയുന്നത്. അപ്പോൾ ആനക്കാരൻ പൊടിയമ്പുള്ള എന്നുള്ളതായ രീതിയാണ് എല്ലാവർക്കും അറിയാവുന്നത്. എന്റെ പേര് എന്റെ മാതാപിതാക്കൾ ഇട്ടത് ബേബി എന്നാണ്. അതുകൊണ്ട് ഇപ്പോഴത്തുള്ള പേര് അറിയുന്ന പേര് ആനക്കാരൻ ഉപദേശി എന്നാണ് അറിയപ്പെടുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമായിട്ട് ഒരുമായിട്ടുള്ള ചിട്ടയില് ഈ ലോകത്തിന്റെ മദ്യം മയക്കുമരുന്ന് ഒക്കെ കഴിച്ച് അതിനെ അനുസരിക്കാത്ത ഒരു വ്യക്തിയായി മാറ്റപ്പെട്ടു. പിന്നെ അതിനുശേഷമായിട്ട് ഞാൻ അനേക വ്യക്തികളെ കൊന്നിട്ടുള്ള ആനയെ കൊണ്ടാണ് പിന്നെ രാഷ്ട്രീയം നടന്നത്. ഒരു 12 പേരെ ചവിട്ടിക്കുന്ന ആനയെ കൊണ്ടാണ്, കരിമമ്പടം ആന എന്ന് പറയുന്നതായ ഒരു ആനയെ കൊണ്ട് നടന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ ദൈവമില്ല എന്നും എന്നൊക്കെ വിശ്വസിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ദൈവം ഉണ്ടെങ്കിൽ നേരിട്ട് വരട്ടെ. ഞാൻ പലരും ഇങ്ങനെ ദൈവത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഉപദേശിമാര് എന്ന് പറയുന്നത് ഈ വെള്ള ഡ്രസ്സൊക്കെ ധരിച്ച് നടക്കുന്ന ഒരു കൂട്ടരാണ് എന്ന് ഞാൻ ധരിച്ചിട്ടുണ്ട്. പക്ഷേ ദൈവം ഒരിക്കൽ ഒരു വ്യക്തിയെ ഞാൻ ഒന്ന് ഉപദ്രവിച്ചു. അദ്ദേഹം കോഴി, പട്ട്, ചായം ഒക്കെ കൊണ്ടുവന്ന് നേർന്ന് ഞാനൊരു രോഗിയായി തീർന്നു. കിടക്കുന്നത്, തുപ്പുന്നത് ഒക്കെ രക്തമായിട്ട് മാറി. ഇങ്ങനെ അനേക ദിവസങ്ങളില് ഈ ആനപ്പണി കഴിഞ്ഞ് ഭവനത്തിലേക്ക് വരുമ്പോഴാണ് ഇങ്ങനെ ഈ രോഗമുണ്ടായത്. അതിനെ കിടക്കുമ്പോൾ ഒരു ഹിന്ദു സ്ത്രീ ഭവനത്തിൽ കടന്നു വന്നു. അവര് പറഞ്ഞു, മാപ്പിളമാരുടെ ദൈവം എന്നെ പറഞ്ഞു വിട്ടതാ, നിനക്ക് വേണ്ടി ധ്യാനിക്കാൻ. വിശ്വാസമില്ലാത്ത എനിക്ക്, ഞാൻ രോഗിയായി തീർന്നപ്പോൾ ഈ ഹിന്ദു സ്ത്രീ വന്ന് പറഞ്ഞു, നിന്നെ മൂർത്തി അടിച്ച് കൊല്ലുവാൻ തുടങ്ങുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി ധ്യാനിക്കാൻ വന്നതാ, മാപ്പിളമാരുടെ ദൈവം പറഞ്ഞു വിട്ടതാ. ഞാൻ പറഞ്ഞു, മര്യാദയ്ക്ക് പോകണം, ദൈവം ഉണ്ടെങ്കിൽ നേരിട്ട് എന്റെ അടുത്ത് വരട്ടെ, ഞാൻ ആ ദൈവത്തോട് സംസാരിച്ചോളാം, എനിക്ക് സൗഖ്യം വേണമെങ്കിൽ ഞാൻ ദൈവത്തോട് ചോദിച്ചോളാം, മര്യാദയ്ക്ക് പോകാൻ പറഞ്ഞു. എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല, ഞാൻ കൊട്ടയ്ക്കാൻ ഓടിക്കാന്ന് പറയും. 101 കൂട്ടുന്ന മന്ത്രവാദിയുടെ ഒരു മകളാണ് ഞാൻ, അതുകൊണ്ട് എനിക്കതൊന്നും അറിയത്തില്ല. അത് ക്രിസ്ത്യാനിയുടെ ദൈവം പറഞ്ഞു വിട്ടിട്ടാ ഞാൻ വന്നത്. പറഞ്ഞു, മര്യാദയ്ക്ക് പൊക്കോണം, ക്രിസ്ത്യാനിക്ക് അങ്ങനെ ദൈവമില്ല. ഒരു കാലിനെടുത്ത് വെച്ച് അവിടെ ഭഗവാൻ എന്ന് പറയുമ്പോൾ അവിടെ ഭഗവാനുണ്ട്. ഒരു യേശുവിന്റെ ഫോട്ടോ എടുത്ത് വെച്ച് യേശു എന്ന് പറയുമ്പോൾ യേശു ഉണ്ട്. വേറെ അല്ലാവിന്റെ ഇത് വെക്കുമ്പോൾ അല്ലാകും. അപ്പൊ മനുഷ്യനാണ് ദൈവത്തെ ഉണ്ടാക്കുന്നത്. ദൈവമില്ല എന്ന് ഞാൻ അവരോട് സംസാരിച്ചു. ഒരിക്കൽ അവരുടെ വാക്ക് കേട്ട് എനിക്ക് ദേഷ്യം വന്നവരെ അടിക്കാനായിട്ട് ഞാൻ മേലോട്ട് എഴുന്നേറ്റപ്പോൾ, നല്ല തടിയുള്ള ഒരു വ്യക്തിയായിരുന്നു. ഈ രക്തം പോയി സൂക്ഷിച്ച ഒരു മനുഷ്യനായിട്ട് മാറി. ഞാൻ അടിക്കാനായിട്ട് മേലോട്ട് എഴുന്നേറ്റപ്പോൾ ഒരു വലിയ കുട്ടവും അതിൽ നിറച്ച വെള്ളവുമായിട്ട് എന്നെ കമത്തുന്നതായിട്ടൊരു അനുഭവം എനിക്കുണ്ടായി. അപ്പോൾ
അവരെ അടിക്കാനോ അവരെ ഒന്നും ചെയ്യാനോ ഒന്നും പറ്റില്ല. കൈ അടി മേലോട്ട് വന്ന് താഴോട്ട് ഇങ്ങനെ ഇരുന്നു. അവര് പറഞ്ഞ് ഞാൻ നിനക്ക് വേണ്ടി ധ്യാനിച്ചു, അതെ ദൈവത്തിന്റെ സൗഖ്യത്തിന് ഞാൻ പോകുക എന്നും പറഞ്ഞ് അവരെ പോയി. പള്ളി പോകണം എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോയി. ചുരുക്കം അത് കഴിഞ്ഞ് സ്വല്പകാലം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഒരു ആശ്വാസം പോലെ തോന്നി, സൗഖ്യം പോലെ തോന്നി, എഴുന്നേൽക്കണമെന്ന് തോന്നി. അപ്പോൾ എന്റെ കയ്യിൽ 10-15 കഞ്ചാവ് പിടിയിരിപ്പുണ്ട്. രാവും പകലും കൂടെ എനിക്ക് 3-4 കെട്ട് അല്ലാത്ത വീടി വേണം. ഇങ്ങനെയൊക്കെ ആയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. എന്റെ മീശ മലയക്കള്ളൻ വീരപ്പന്റെ മീശയായിരുന്നു എനിക്കുള്ളത്. എന്റെ മീശ ഞാൻ നാരങ്ങയൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ആരെ അനുസരിക്കാത്ത ഒരു വ്യക്തിയായിട്ട് മാറി, പൊടിയനായിട്ട് മാറി. ചുരുക്കം പറയട്ടെ, ദൈവം ഈ സ്ത്രീ മുഖേന അത് പള്ളി പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അതേ ഇരിക്കുമ്പോഴാണ് ഒരു കേൾവി കേൾക്കുന്നു. അതേ പുനലൂര് അതേ തൂക്കുപാലത്തിന് അടുത്ത് ഒരു ചർച്ചക്കോടില് ഒരു ഉപദേശി വന്നിരുന്നിട്ട് മേലോട്ട് പൊങ്ങി കറങ്ങിയിട്ട് അനേകർക്ക് സൗഖ്യം കൊടുക്കുക, അനേകർ കാര്യങ്ങൾ പറയുക എന്നൊക്കെ ഒരാൾ പറയുവാൻ ഇടയായി. എന്നാൽ എനിക്കതൊരു കാണാൻ പോകണം എന്ന് വിചാരിച്ചാണ് ഞാൻ കടന്നുപോയി. അവിടെ ചെന്നപ്പോൾ അമ്പലവന്റെ കൈ വീടിയുണ്ട്, വീടിയൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടാ അങ്ങോട്ട് കടന്നു ചെയ്യുന്നു. അവിടെ ചെന്ന് അപ്പോൾ ഉപദേശി പൊങ്ങുന്നതും ഒന്നും അല്ല ഞാൻ കണ്ടത്. ഉപദേശി നടന്ന് അവിടെ വട്ടം നടന്ന് ആത്മാവിൽ ആരാധിക്കുന്ന ഒരു, ആത്മാവെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, ആത്മാവിൽ ആരാധിച്ച് ഓരോരുത്തർക്ക് പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. അദ്ദേഹത്തിന്റെ പേര് കൊട്ടാരക്കര വൈപ്പാപ്പച്ചൻ എന്ന് പറയുന്നതായ ഒരു ദൈവദാസനാണ്. അത് 21 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുന്ന വേളയിലാണ് ഞാൻ കടന്നു പോയത്. ചുരുക്കം പറയട്ടെ, ഞാൻ അവിടെ ചെന്നിരുന്ന് കണ്ണു അടച്ചിരുന്നപ്പോൾ ഒരു വലിയ തീ എന്റെ മേലേക്ക് വീഴുന്നതായ ഒരു അനുഭവം ഉണ്ടായി. പിന്നെ ഞാൻ ഇരുന്നതൊന്നും എവിടെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു സംഭവം എനിക്കുണ്ടായി. ഞാൻ അവിടെ ഇരുന്ന് പിന്നെ മേലോട്ട് എണീച്ചത് അത് മലയാളം പറയാതെ ഏതാണ്ട് ഇംഗ്ലീഷോ ഹിന്ദിയോ ഉറുദോ കർണാടകോ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എഴുന്നേറ്റ്. ചുരുക്കം അവിടെ നിന്ന് എഴുന്നേറ്റ് എന്റെ വീട്ടിൽ ചെന്നപ്പോഴും ഞാൻ മലയാളം പറയുന്നില്ല. എന്റെ അമ്മ അത് എന്തുവാ സംഭവിച്ചത് എന്തുവാന്ന് അറിയാൻ വയ്യാതെ അതെ പിടിച്ചു കൊണ്ടുവന്ന് ഈ ഉപദേശിനടുത്ത് കൊണ്ടുവന്ന് അമ്മ പറഞ്ഞു എന്റെ മോൻ ഭ്രാന്തായി എന്ന് പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞത് ഭ്രാന്തല്ല, അത് ദൈവത്തിന്റെ ആത്മാവ് അഭിഷേകം കൊടുത്ത ഒരു ആളാണ് എന്ന് പറയുവാൻ ഇടയായി തീർന്നു. അതിന്റെ കൂടെ ഇരുന്നു, ആ പ്രാർത്ഥന ഇരുന്നു. അതെ രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും വാവുണ്ട്, അതെ ഏറ്റുപറയുന്നവൻ അതെ രക്ഷിക്കപ്പെടും എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു വന്നു. അങ്ങനെ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. അതെ ജലസ്നാനം ഏറ്റു, അഭിഷേകം അതിന് മുമ്പ് തന്നെ പ്രാപിച്ചു. ചുരുക്കം പറയട്ടെ, അതെ ആ ദിവസങ്ങളിൽ തന്നെ അതെ വെളിപ്പാട് തരുവാനിടയായി തീർന്നു. പ്രാർത്ഥനയിരിക്കുമ്പോൾ ആത്മാവ് പല രീതിയിൽ സംസാരിക്കുവാനും അത് ദൈവത്തിന്റെ മർമ്മങ്ങൾ ഇടപെടുവാനും ഒക്കെ ഇടയായി തീർന്നു. ചുരുക്കം ആ നാളുകൾ ദൈവം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയ്ക്കുക മാത്രമല്ല, ദൈവത്തിന്റെ കൃപാവരങ്ങളാൽ നിറച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അതേ സ്വതന്ത്രം പല ഇടത്തും പോയി ചെന്ന് പ്രാർത്ഥനയ്ക്കൊക്കെ കടന്നു പോകും. ഇങ്ങനെ പോയി ചുരുക്കം പറയട്ടെ, ഒരു വ്യക്തി എനിക്ക് വന്ന് പറഞ്ഞു, വരക്കാരൻ രാജു 3 ചങ്ങലയിൽ കിടക്കുകയാണ്, അതുകൊണ്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ വരണമെന്ന് പറഞ്ഞു. ചുരുക്കം അത് ചങ്ങല കിടക്കുന്നവർ പ്രാർത്ഥിക്ക് വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ആനെ കൊണ്ട് നടന്നതുകൊണ്ട് ചങ്ങല എനിക്ക് പേടിയുള്ള ആളല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, കിടക്കുന്ന ആളാരും കുഴപ്പമില്ല, ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ആ വീട്ടിലെ വാൽക്ക് ചെന്നപ്പോൾ എന്നെ കൊണ്ടുപോയ ആള് മാറിയിട്ട് പറഞ്ഞുകൊണ്ട് എല്ലാ വീടാണെന്ന് പറഞ്ഞു. ചുരുക്കം പറയട്ടെ, ഇങ്ങനെ അടുത്തൊരു കടയുള്ള ആളെ വിളിച്ചു പറഞ്ഞു, അവിടെ പോലെ വലിയ തടിയും ആരോഗ്യവും ഉള്ള ഉപദേശിമാരൊക്കെ ഇന്ന് ആശുപത്രിയില്ല, അവിടെ പോകരുത് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ എനിക്കൊരു സംശയം തോന്നി. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ച, ദൈവമേ ഞാൻ കടന്നു പോകണമോ എന്ന് ചോദിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, നീ ഭീരത്വത്തിന്റെ ആത്മാവിനെ വിളിക്കുന്ന ഉത്സവത്തിന്റെ ആത്മാവിനെയാണോ പ്രാർത്ഥന ദൈവം എന്നോട് ചോദിച്ചു. അവിടെ ഞാൻ കടന്നു ചെന്നു. അവിടെ ചെന്ന് ഇവിടെ ആരും ഇല്ലയെന്ന് ചോദിച്ചപ്പോൾ ആ പ്രാർത്ഥന എനിക്ക് പറഞ്ഞിട്ടുണ്ട്, അതോന്നല്ലേ തരാൻ പറഞ്ഞു. ഞാൻ മോളിൽ കയറിയപ്പോൾ അദ്ദേഹം അതേ മൂന്നില കിടക്കുന്നത്, ഒന്ന് കയ്യില് ഒന്ന് കാലില് ഒന്ന് നടുമുടിയില്, അത് അദ്ദേഹം നീട്ടിയിട്ടേക്കുക. അത് ഞാൻ കയറാൻ പറഞ്ഞു. ഞാൻ കയറിയപ്പോ ഇദ്ദേഹത്തിനെ കാണുന്നുണ്ട്. ഞാൻ ഇങ്ങനെ കയറി അനങ്ങാതെ നിന്നപ്പോ എന്തെങ്കിലും ചോദിച്ചു, ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവുക, അത് പറയണം. ഞാൻ പറഞ്ഞു, ചോദിച്ചാട്ടെ. അദ്ദേഹം പറഞ്ഞു, എന്തൊക്കെ തിന്നും? ഞാൻ ഒന്ന് ആലോചിച്ച്
അത് കഴിഞ്ഞപ്പോൾ എന്താ മറുപടി പറയാത്ത? ഞാൻ പറഞ്ഞു, കേൾക്കാൻ വേഗതയും പറയാൻ താമസവും ഉണ്ടായിരിക്കട്ടെ എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് അമ്മ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, എന്നെ തിരിഞ്ഞു കളിക്കാത്ത വകകളെല്ലാം ഞാൻ കഴിക്കും. അദ്ദേഹം രണ്ടൊന്ന് ചിരിയിരിച്ചിട്ട് പറഞ്ഞു, അങ്ങനെയുള്ളവരെയാ എനിക്കിഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു ഉപദേശിയല്ല, ഞാനൊരു ആനക്കാരനാണ്. അതെ, ആനക്കാരനാണ്. 20 പേരെ ഉപദ്രവിച്ചിട്ടുള്ളതും 12 പേരെ ചവിട്ടിക്കൊന്നതുമായ, ആനയെ കൊണ്ട് നടന്നതായ ഒരാളാണ്. ആനയെ ന്യായമായിട്ടൊന്ന് വിളങ്ങി ആനയ്ക്ക് ഒരു ദിവസം എന്റെ കയ്യിൽ നിന്ന് അതെ തോട്ടിപ്പോയി. മുട്ടുകൊണ്ട് ഒരു ഒറ്റയടി ചങ്ക് പറ്റിക്ക് കൊടുത്ത ആന അമരിക്കൊണ്ട് അവിടെ ഇരുന്നു എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം അങ്ങനെയാണോ? ആണോ? അപ്പോൾ ഞാൻ ആനക്കാരൻ ഉപദേശിയാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഭയമായി. ഞാൻ അതെ രാജുവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നവനാണ് അദ്ദേഹം. രാജു ആരാണെന്ന് ചോദിച്ചാൽ ഒരു പട്ടാളക്കാരനായിരുന്നു. അദ്ദേഹം പട്ടാളത്തിൽ ഇരിക്കുമ്പോഴാണ് രോഗം ഉണ്ടായി. 15 വർഷക്കാലം ആയുസില്ലായിരുന്നു. പിന്നെ അവരെ വീട്ടിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുമ്പോഴാണ് ഞാൻ ചെല്ലുന്നത്. എടുക്കാൻ പറയട്ടെ, ഞാൻ തള്ളേക്ക് വിളിച്ചു പറഞ്ഞു, ഈ ഇദ്ദേഹത്തിനെ ഇങ്ങനെ കെട്ടിയിടരുത്, ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ധ്യാനിക്കാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. ഞാൻ രാജുവിന് വേണ്ടി പ്രാർത്ഥിക്കും, ദൈവം ഇന്ന് സൗഖ്യം തരും എന്ന് പറയുവാനിടയായി തീർന്നു. ഇടുക്കം കണ്ണു അടച്ച് ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് എന്നെ ഇങ്ങനെ നോക്കിയപ്പോ ഞാൻ കണ്ണടച്ചില്ല. എന്തൊക്കെ ചോദിച്ചു, എന്നെ കണ്ണടയ്ക്കാൻ പറഞ്ഞിട്ട് ഉപദേശം എന്താ കണ്ണടയ്ക്കാത്ത? ഞാൻ പറഞ്ഞ അതായത് രാജു കണ്ണടയ്ക്കുന്നോ ഇല്ലെന്ന് ഞാൻ നോക്കണ്ടായോ, അതിനു വേണ്ടിയാ ഞാൻ അതേ നോക്കിയത്. അപ്പൊ രാജു കണ്ണടച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ണടയ്ക്കും എന്ന് പറഞ്ഞു. ഒരു കാര്യം തന്നെ അയാൾ കരഞ്ഞ ഒരു പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ, കണ്ണുനീരൊരുക്കി പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം അത് കേട്ട് എനിക്ക് വെളിപ്പാട് തന്നു. വട, ചായ, അതേ പഴം, 3 വ്യക്തികൾ അവന് അതേ ശുചിരപ്രയോഗം ചെയ്ത ഉള്ളിൽ കൊടുത്തിട്ടുണ്ടെന്ന് ദൈവാത്മാവ് വെളിപ്പെടുത്തി. ഞാൻ അവരൊക്കെ പറഞ്ഞ ഒരു പാത്രം കൊണ്ടുവരാൻ, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചു കൊടുത്തു. ശ്രദ്ധ തുടങ്ങി. 15 വർഷത്തിന് മുമ്പ് കഴിച്ചത് അതെ അതുപോലെ അത് കാണുവാനിടയായി തീർന്നു. ഈ ഉള്ളിൽ കിടക്കുന്ന കൈവശം യേശുവിന്റെ നാമത്തിൽ വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവൻ ശ്രദ്ധിക്കുവാൻ തുടങ്ങി. അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കാഴ്ച കണ്ടു. ആകാശം മുട്ട നിൽക്കുന്ന ഒരു കറുത്ത ഒരു ദുഷ്ടശക്തിയെ കാണുവാനിടയായി തീർന്നു. ആ ശക്തിയെ ചവിട്ടാനായിട്ട് ഞാൻ മേലോട്ട് വാങ്ങി ആത്മാവിൽ ആരാധിച്ച് അത് ചവിട്ടാനായിട്ട് തുടങ്ങിയപ്പോൾ അതുമെല്ലാം അടച്ചിരിക്കാതെ 4 വഴികൾ വശം കിടന്ന് ചാടുക, ഞാനും കിടന്ന് ചാടുക. ചുരുക്കം പറയട്ടെ, കഴിഞ്ഞ് പ്രാർത്ഥിച്ച് 15 വർഷക്കാലം കൊണ്ട് മെന്റൽ രോഗിയായിരുന്ന അതേ ഭ്രാന്തുള്ള അദ്ദേഹത്തിന് ദൈവം 3 മണിക്കൂർ കൊണ്ട് സൗഖ്യം കൊടുത്തു. അന്ന് തൊട്ട് അതേ ദൈവം വാസ്തവമായി ജീവിക്കുന്ന ദൈവമെന്ന് അറിയുവാനും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും എന്റെ ജീവിതത്തിൽ ഇടയായി തീർന്നു. ദൈവവചനത്തിൽ വായിക്കുമ്പോൾ ലോകത്തിന്റെ അറ്റത്തോളം പോയി എന്റെ സാക്ഷികളാകുകയും എന്ന് കൽപ്പിച്ചതായ ആ വചനപ്രകാരം പല ഇടങ്ങളിലും കടന്നുപോയി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി തീർന്നു. അത് കഴിഞ്ഞപ്പോൾ രാജപ്പൻ ഉപദേശി എന്ന് പറയുന്നതായ ഒരു വ്യക്തി ആയി കണ്ടുമുട്ടുവാനിടയായി തീർന്നു. അദ്ദേഹം കൺവെൻഷൻ സ്റ്റേജുകൾ ഒരുക്കി പ്രസംഗം നടത്തുകയാണ്. എന്നെ വിളിച്ച് ആനക്കാരൻ ഉപദേശി ഇവിടെ ദൈവവചനം സാധിക്കുമെന്ന് പറഞ്ഞ് അതേ അദ്ദേഹത്തിനോട് കൂടെ പല ഇടങ്ങളിലും കടന്നുപോയി. അതേ സ്തോത്രം, ദൈവം തരുന്ന ആലോചനയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എനിക്ക് ബൈബിൾ ക്ലാസ് പഠിക്കുവാനുള്ളതായ ഒരു സന്ദർഭമോ സാഹചര്യമോ ഉണ്ടായിട്ടില്ല. എന്നാൽ ദൈവത്തിന്റെ മഹത്വമുള്ള വേളയിൽ അതേ ഇപ്പോൾ 45 വർഷക്കാലം കൊണ്ട് ദൈവത്തിന്റെ മഹത്വമുള്ള വേലയിൽ ഞാൻ ആയിരിക്കുന്നു. ദൈവം എന്നെ നടത്തുന്നു. ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് നെടുമൺ, ഏടംകുളം, അടൂർ ഏടംകുളം നെടുമൺ എന്ന് പറയുന്നതായ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ താമസിക്കുന്നത്. എനിക്ക് അതേ ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. 2 ആൺമക്കളാണ് എനിക്കുള്ളത്. അപ്പോൾ ദൈവം എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ഈ വേദിയിൽ വന്ന് സാക്ഷ്യപ്പാൻ പ്രിയപ്പെട്ടവരോട് എന്റെ അനുഭവ സാക്ഷ്യം പറയുവാൻ ഇടയായി തീർന്നു. അനേക അതേ ആനക്കാരന്മാരെ ദൈവഭാഗത്തേക്ക് നടത്തുവാൻ ഇടയാക്കിയിട്ടുണ്ട്. അനേക വ്യക്തികൾക്ക് അതേ സ്തോത്രം അതേ വെളിപ്പാട് പറഞ്ഞ് അതേ പറഞ്ഞതിന് ശേഷമായിട്ട് അനേകരും മാനസാന്തത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് 75 വയസ്സോളം ഉണ്ട്. ദൈവം എന്നെ ഇത്രത്തോളം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അതേ പലയിടങ്ങളിലും കടന്നുപോയി അതേ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു സാവകാശം എനിക്ക് അത് ഈ വേദിയിൽ ഒന്ന് കാൽപ്പാടിൽ വന്ന് പറയുവാൻ സ്വർഗം ഒരു വലിയവ ചെയ്തതുകൊണ്ട് ഞാൻ ദൈവത്തെ അധികമായി
ദൈവത്തിന് നന്ദി പറയുകയാണ്. ദൈവത്തിന്റെ നാമം മാത്രം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ. ദേശമുള്ള എല്ലാ അതേ സ്തോത്രം സഭകൾ, അതേ സ്തോത്രം ദൈവദാസന്മാർ, ദൈവദാസിമാർ, ഹല്ലേലൂയ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ പ്രൈസ് ലോർഡ് അതേ ആനക്കാരൻ ഉപദേശിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്റെ അനുഭവ സാക്ഷ്യമാണ് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. ദൈവം ഉണ്ടെങ്കിൽ വരട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ ദൈവം എന്നിൽ വന്നപ്പോൾ അതേ അത്ഭുതമന്ത്രി വീരനാം ദൈവം ആ സമാധാന പ്രഭു എന്ന് അതേ അറിയുവാനിടയായി തീർന്നു. ദൈവവചനത്തിൽ ഇങ്ങനെ ഒരു വാക്കുണ്ട്. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം അതിന്റെ 58-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ നിങ്ങൾ ഉറപ്പുള്ളവരും ഒഴുകാത്തവരും കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരും ആകുവിൻ. പ്രൈസ് ദി ലോർഡ്. ഉറപ്പുള്ളവരായിരിക്കണം, ഒഴുകാത്തവരായിരിക്കണം, കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരായിരിക്കണം എന്ന് ഹല്ലേലൂയ വചനം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനമൊക്കെ ഹല്ലേലൂയ അത് പലപ്പോഴും അതേ സ്തോത്രം മനസ്സിലാക്കുവാനും അത് ധ്യാനിക്കുവാനും അതേ പ്രകാരം ജീവിക്കുവാനും എന്റെ ജീവിതത്തിനിടയായി തീർന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഭാര്യയും മക്കളുമായിട്ടാണ് ഞാൻ ഇവിടെ അതേ താമസിക്കുന്നത്. ചെറിയൊരു ഭവനത്തിലാണ് താമസിക്കുന്നത്. ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. ദൈവം എന്നെ കൈക്ക് പിടിച്ച് നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവരും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ആമേൻ.